ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് 24th ഡിസംബർ ആണ്. നാളെ നമ്മളെ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് പ്രമാണിച്ച് ഒരു കേക്ക് ഉണ്ടാക്കും എന്നൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന്. ഇപ്പൊ രാവിലെ ആയതേ ഉള്ളൂ, ഒരു 6:30 മണിയൊക്കെ ആയതേ ഉള്ളൂ. എന്റെ ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത്? തണുപ്പ് കാരണമാണ്. തണുപ്പ് കാരണം എന്റെ ശബ്ദം പോയി. ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് എന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത്, ഒന്നും വിചാരിക്കരുത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മളെ കേക്ക് ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പം ഞാൻ ഇന്ന് കേക്ക് ബേക്ക് ചെയ്യുന്ന ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ എഴുന്നേറ്റ് മുട്ടയും ക്രീമും എല്ലാം വെളിയിലെടുത്ത് വെച്ചു. ഇനി ബാക്കി നമുക്കത് സ്പോഞ്ച് ഉണ്ടാക്കണം, പിന്നെ ഫില്ല് ചെയ്യണം. അതിന് ക്രീം അപ്ലൈ എല്ലാം ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെക്കണം. വൈകുന്നേരമാണ് കേക്ക് മുറിക്കുന്നത്. ഓൾറെഡി ഞാൻ പ്ലം കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി എടുക്കാൻ പറ്റിയില്ല, അല്ലായിരുന്നു ഞാൻ അതും എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്തായാലും ന്യൂ ഇയർ അല്ലേ ഇനി വരാൻ പോകുന്നത്. ന്യൂ ഇയർ എന്തായാലും നമുക്കൊരു പ്ലം കേക്ക് കൂടെ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോയാൽ കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. അത് കണക്ക് തന്നെ കമന്റ് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് നമ്മുടെ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് പോകും. പല ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാന്ന്. പിന്നെ ഞാൻ ചിന്തിച്ചു വൈറ്റ് വെൽവെറ്റ് കേക്ക് ആയാൽ എന്തായാലും ആ സമയത്ത് ഏത് മൂഡാണോ ആ മൂഡിനനുസരിച്ച് പോകും. കാരണം പാലിരിപ്പുണ്ട്, ചീസ് ക്രീം ഉണ്ടാക്കാം, റെഡ് വെൽവെറ്റ് കേക്ക് ആക്കാം, ക്രിസ്മസ് അല്ലേ. പിന്നെ ഞാൻ ചിന്തിച്ചു റെഡ് വെൽവെറ്റ് കേക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, നോർമൽ ഒരു കേക്ക് ഉണ്ടാക്കാം. പല മനസ്സിൽ പല ഇത് തോന്നുന്നുണ്ട്. ഏത് കണക്കെന്നറിയാൻ വയ്യ. എന്തായാലും ഒന്നെങ്കിൽ റെഡ് വെൽവെറ്റ് അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ്. എന്തായാലും ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നില്ല, കാരണം ചോക്ലേറ്റ് കേക്കിന്റെ ഇഷ്ടമുള്ള ആൾ ഇവിടെ ഇല്ല. അപ്പച്ചേട്ടനാണ് ചോക്ലേറ്റ് കേക്ക് ഇഷ്ടം. അപ്പോഴത്തേക്ക് എന്തായാലും അപ്പച്ചേട്ടൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെച്ച് ചോക്ലേറ്റ് കേക്ക് വേണ്ട, നോർമൽ വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. കാരണം വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ബാക്കി എല്ലാവർക്കും ഇഷ്ടം. അപ്പച്ചേട്ടൻ എങ്ങനെയെന്ന് വെച്ചാൽ ധ്രുവന്റെ ബർത്ത്ഡേക്ക് വാഞ്ചോ കേക്കാണ് വെച്ചത്. ഞാൻ വെക്കുമ്പോഴത്തേക്ക് വാഞ്ചോ കേക്കിൽ വെള്ളം ഫോം ആക്കിയിട്ട് ആ ചോക്ലേറ്റ് കേക്കിട്ട പാർട്ട് മാത്രം കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഇനി ഞാൻ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഇന്നലെ ഞാൻ ചോക്ലേറ്റ് കേക്ക് അങ്ങനെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്കും ചോക്ലേറ്റ് കേക്ക് ഇവിടെ മെജോറിറ്റി നോക്കിയപ്പോഴത്തേക്ക് എല്ലാവർക്കും വൈറ്റ് ഫോറസ്റ്റ് ഇഷ്ടം. ചോക്ലേറ്റ് കേക്ക് ആരും പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാന്ന്. പിന്നെ ഇതിനിടയ്ക്ക് ആദ്യം എടുത്ത് വെച്ച് ചേച്ചിക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ അറിയാം, അപ്പൊ കുറേ നാളായി കഴിച്ചിട്ട് എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും അതുകൊണ്ടാണ് ഞാൻ റെഡ് വെൽവെറ്റ് ഇങ്ങനെ ചിന്തിക്കുന്നത്. എന്തായാലും ആ മൂഡിനനുസരിച്ച് പെട്ടല്ലേ. നമുക്ക് നേരെ കേക്ക് ഉണ്ടാക്കാനായിട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് 2 കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിയണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെയ്യാൻ പോകുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദയോ ഒരു പിഞ്ചുപ്പും. നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മൈദയും ഉപ്പും നന്നായിട്ട് അരിച്ചെടുക്കാം. 3 വട്ടമെങ്കിലും കുറയാതെ അരിച്ചെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യേണ്ട ബൗളിലോട്ട് 3 മുട്ടയും 1 സ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ബീറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ 1 കപ്പ് പഞ്ചസാര എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ മുട്ട നന്നായിട്ട് ബീറ്റായി ഫ്ലഫി ആയി വരുമ്പോൾ തന്നെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നല്ല ശ്രദ്ധയോടെ വേണം മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ മുട്ട പൊങ്ങിപ്പോവും. അത് കണക്ക് തന്നെ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പാത്രം എന്ന് വെച്ചാൽ മുട്ട ഇട്ടിരിക്കുന്ന ബൗളൊന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ലപോലെ പൊങ്ങി വന്ന് ഫ്ലഫി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇനി എന്തായാലും പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഒറ്റ ട്രിപ്പായിട്ട് ആഡ് ചെയ്യാതെ 3 വട്ടമായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഓയിൽ ചേർക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീറ്റർ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാറ്, അല്ലാതെ ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്ത് ഒരു 10 സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദയും ഉപ്പും നന്നായിട്ട് തന്നെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് 3 വട്ടമായിട്ട് നമുക്ക് ഈ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. ലാസ്റ്റ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇഷ്ടതിന് ശേഷം ബീറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഒരു 2 സെക്കൻഡ് മാത്രം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ
കേക്കിന്റെ ബാറ്റർ ഇതാ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന്റെ ബാറ്റർ നമുക്ക് ശ്രദ്ധയോടെ വേണം ഓരോന്നും ചെയ്യാൻ. നേരെ നമുക്ക് കേക്ക് ടിന്നിലോട്ട് മാറ്റാം. കേക്ക് ഉണ്ടാക്കാൻ പോണ ടിന്നിലോട്ട്, ആ ടിന്നിലോട്ട് ഒരു ബട്ടർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിലോട്ട് നമ്മളുടെ സൺഫ്ലവർ ഓയിൽ തൂകി കൊടുക്കണം. അതേപോലെ തന്നെ പാത്രത്തിലും ജസ്റ്റ് ഒന്ന് തൂകി കൊടുക്കണം. ഈ സമയത്താണ് നമ്മുടെ ഇഡ്ഡലി കുട്ടത്തിൽ തീ കത്തിക്കേണ്ടത്. തീ കത്തിച്ചാൽ നമ്മൾ സിമ്മിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് കേക്ക് ടിന്നിലോട്ട് നമ്മുടെ ബാറ്റർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ നന്നായിട്ട് ഇതിനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ കുറുകെ വരയ്ക്കണം. വരച്ചാൽ മാത്രമേ എയർ ബബിൾഡ് പൊട്ടിപ്പോവുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ ഓവൻ സെറ്റപ്പിലോട്ട് എന്ന് വെച്ചാൽ നമ്മളെ ഇഡ്ഡലിക്കുട്ടത്തിലോട്ട് കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് 3/4 മണിക്കൂർ എന്ന് വെച്ചാൽ 45 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നീണ്ട് നമ്മള് 8:30 നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കേക്ക് നോക്കാം. കേക്ക് ബേക്കായിട്ടുണ്ടാകുന്നത്. കേക്ക് ബേക്കായിട്ടുണ്ടോ എന്ന് നോക്കുന്നത് എന്ന് വെച്ചിട്ടാണെന്ന് വെച്ചാൽ ഞാനൊരു ടൂത്ത് പിക്ക് കൊണ്ട്, നമ്മളെ സാധാ ഒരു ടൂത്ത് പിക്ക് കൊണ്ടാണ് കുത്തി ഒന്ന് നോക്കാൻ പറ്റുന്നത്. ഇതിലൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മളെ കേക്ക് ബേക്കായിട്ടുണ്ട്. നമുക്ക് കുക്കറിന്ന് കേക്ക് മാറ്റി വെക്കാം. അപ്പൊ നേരെ നമുക്ക് ഒന്ന് കുത്തി നോക്കാം. നമുക്ക് എന്തായാലും ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി വെക്കാം. പെർഫെക്റ്റ് ആണ്, ഒന്നിൽ പറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് പയ്യെ പിടിക്കണം, കാരണം നല്ല ചൂടായിട്ട് കിട്ടും. അങ്ങനെ നമ്മളെ കേക്കിന്റെ മെയിൻ പാർട്ടായ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു മണമാണല്ലോ. നമ്മൾ മൂക്കിലൊന്ന് അടിച്ച് കയറിയായിരുന്നു കുക്കർ തുറന്നപ്പോഴത്തേക്ക്. എനിക്ക് എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്, കാരണം നല്ലൊരു കേക്കാണെന്ന് തോന്നുന്നു. എന്തായാലും കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ ചെറിയൊരു പീസ് എടുത്ത് തിന്നു നോക്കാം. അപ്പൊ നമുക്ക് എന്തായാലും അറിയാൻ പറ്റുമല്ലോ. ഇനി അതിലൊരു 1/2 മണിക്കൂർ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം എന്താ വെച്ചാൽ 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി നമ്മൾ കേക്ക് ബോർഡിലോട്ട്, ഇന്നലെ ഞാൻ കടയിൽ പോയപ്പോൾ കേക്ക് ബോർഡ് വാങ്ങാൻ വേണ്ടി മറന്നു. പിന്നെ ഞാൻ മേലിൽ കയറി പിടിച്ച് ഒരു കേക്ക് ബോർഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ധ്രുവന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച കേക്ക് ബോർഡ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ആ കേക്ക് ബോർഡിലാണ് നമ്മളിത് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് ക്രീം ടെസ്റ്ററിൽ ആക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് വിപ്പിംഗ് ക്രീം നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ കേക്കിന്റെ ചൂടെല്ലാം പോവും. എന്നിട്ട് നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മളെ ഐസ്ക്രീമിലോട്ട് പോവാം. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ കേക്ക് ഈ ടിന്നിൽ നിന്ന് മാറ്റി നമുക്ക് ബോർഡിലോട്ട് മാറ്റാം. അതിനായിട്ട് നമ്മൾ ആദ്യം പാത്രത്തിലോട്ടാണ് മാറ്റുന്നത്. 2 ടപ്പ് കൊടുത്തതേയുള്ള അപ്പോഴത്തേക്ക് ഇളവി മാറി തന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഇതിലെ ബട്ടർ പേപ്പർ ഇളക്കി മാറ്റാം. എൻ്റെ കേക്ക് ഇത്രയാണ് പൊങ്ങിയിരിക്കുന്നത്. നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ള പാകത്തിന് പൊങ്ങിയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ഇത് നേരെ നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോവേണ്ട എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ വിപ്പിംഗ് ക്രീം ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ക്രീം നേരെ നമുക്ക് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആക്കേണ്ടത് നമ്മുടെ പഞ്ചസാര എടുത്ത് അടുത്ത് തന്നെ വെച്ചിരിക്കണം. കാരണം നേരത്തെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത പോലെ തന്നെയാണ് വിപ്പിംഗ് ക്രീമും ബീറ്റ് ചെയ്യേണ്ടത്. ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ ഷുഗർ എന്ന് വെച്ചാൽ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളെ ക്രീം. ഇനി നമുക്ക് എന്തായാലും ഫ്രീസറിൽ ഒരു 10-15 മിനിറ്റ് വെച്ചേക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കേക്ക് 3 കൃത്യ ലെയറായിട്ട് മുറിച്ചെടുക്കാം. ഞാൻ നൈഫൊക്കെ വെച്ച് കുറച്ച് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് കൊണ്ട് വിപ്പ് സ്റ്റോക്ക് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പിൽ തന്നെ ഞാൻ കുറച്ച് പിസ്ത എസൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു മണത്തിന്. എന്നിട്ട് നേരെ നമുക്ക് ഇതെല്ലാത്തിനും നമ്മളെ ഷുഗർ സിറപ്പ് കേക്കിൽ സോക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ ഫ്രീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും കേക്ക് ബോർഡ് വെച്ച്
മുമ്പിലത്തെ എന്ന് വെച്ചാൽ ഏറ്റവും പൊക്കത്തിലെ ലെയർ വേണം നമ്മൾ അടിയിൽ വരേണ്ടത്. അതിന് മുമ്പേ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ആഡ് ചെയ്ത് ആ മുമ്പിലത്തെ ലെയർ നമ്മൾ ആദ്യത്തെ ലെയറായിട്ട് കേക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ നമുക്ക് അതിലോട്ട് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ വെക്കാം. ഈ ലെയർ വെക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേസ് ചെയ്ത് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ വെക്കാം. സെക്കൻഡ് ലെയർ വെച്ചിട്ട് അതിലും ഇതേ സെയിം പ്രോസസ്സ് തന്നെ ക്രീം നന്നായിട്ട് വെച്ച് കൊടുക്കുക. അതിന് വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കുക. കേക്ക് ഏതെന്നറിയാമല്ലോ, നമ്മുടെ തൊട്ടേറ്റവും അടിയിലുണ്ടായിരുന്ന പീസാണ് മുകളിൽ വെച്ചിട്ടിരുന്നത്. നന്നായിട്ട് തന്നെ നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം എന്നിട്ട് സൈഡിലൊക്കെ വെച്ച് നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്കിൽ ക്രീം നന്നായിട്ട് പറ്റി നിൽക്കണം. നന്നായിട്ട് ഫ്രീസ് ആയാൽ മാത്രമേ നമ്മൾ കേക്കിൻ്റെ ആ രുചിയെല്ലാം വരുവുള്ളൂ. അങ്ങനെ നമുക്ക് ഇനി എന്തായാലും നമ്മൾ കേക്കിൽ ക്രീം എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈനിങ് വർക്ക് തുടങ്ങാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റ് ആദ്യം ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് ചോക്ലേറ്റ് കേക്കാണെന്ന്, അങ്ങനെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ആക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നിട്ട് ഈ വൈറ്റ് ചോക്ലേറ്റ് സൈഡിലെല്ലാം വെച്ച് കൊടുത്തു. ഇനി എന്തെങ്കിലും ഒരു ഡിസൈൻ വേണ്ടി അപ്പോഴാണ് സച്ചുവാവ വന്നിട്ട് പറഞ്ഞത് അവന് പൂ വേണമെന്ന്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 2-3 പൂവ് ഉണ്ടാക്കി വെക്കാമെന്ന്. കുറേ നാളായി ടച്ചൊക്കെ വിട്ടിട്ട്, എന്നാലും അത്യാവശ്യം നന്നായിട്ട് ക്രീം വെച്ച് ഞാൻ പൂ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ പൂവും കായും എല്ലാം ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ലുക്ക്. ഇനി മേരി ക്രിസ്മസ് എന്നും കൂടെ ആയ എഴുതിയ അതോടെ നമ്മുടെ പരിപാടി തീർന്നു. അത് കണക്കിന് കുറച്ച് സ്പ്രിങ്കിൾസ് ഞാൻ അവിടെ ഇവിടെ തൂക്കിക്കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ പരിപാടിയെല്ലാം തീർന്നു. ആ സമയത്ത് ധ്രുവ വന്നിട്ട് എനിക്ക് ചോക്ലേറ്റ് തരുമെന്ന് ചോദിച്ചു. അങ്ങനെ അവനൊരു ബ്ലീസ് ചോക്ലേറ്റ് കൊടുത്തു. ഇതാണ് എൻ്റെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്കും ചെയ്യണം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെ മേരി ക്രിസ്മസ്.